മറ്റു വാർത്തയിലേക്ക് അദാനിക്ക് അമേരിക്കയിൽ കുരുക്കായി വഞ്ചനാ തട്ടിപ്പ് കേസുകൾ. സൗരോർജ്ജ കരാറുകൾ ലഭിക്കാൻ ഉദ്യോഗസ്ഥർക്ക് $265 കോടി കോഴ നൽകിയെന്ന കേസിലാണ് ഗൗതം അദാനിക്ക് കുറ്റപത്രം നൽകിയിരിക്കുന്നത്. കോഴ നൽകിയ കാര്യം മറച്ചുവെച്ച് അമേരിക്കയിലെ നിക്ഷേപകരിൽ നിന്ന് മറച്ചുവെച്ചുവെന്നാണ് വഞ്ചനാ കേസ്. US അറ്റോർണി ഓഫീസാണ് കുറ്റപത്രം നൽകിയിരിക്കുന്നത്. വിവരങ്ങളുമായി ഡോക്ടർ സജിമോൻ ആന്റണിയാണ് അമേരിക്കയിൽ നിന്നും ചേരുന്നത്. ഗുഡ് മോർണിംഗ് ഡോക്ടർ സജിമോൻ ആന്റണി. ഇപ്പോൾ കുരുക്ക് മുറുകുകയാണല്ലോ ഗൗതം അദാനിക്ക്. എന്തൊക്കെ കാര്യങ്ങളാണ് കുറ്റപത്രത്തിൽ പറയുന്നത്? ഗുഡ് മോർണിംഗ്. ഇതൊരു ബിഗ് ബ്രേക്കിംഗ് ന്യൂസ് ആണ് അമേരിക്കയിൽ നിന്ന്. നമ്മൾ 2012 മുതൽ 2020 വരെ സോളാർ സരിതയും ആ കേസുമായിട്ട് നമ്മൾ മലയാളികൾ വളരെയധികം ഫെമിലിയർ ആണ് അങ്ങനെയുള്ള സോളാറുമായിട്ടുള്ള പദവുമായിട്ട്. എന്നാൽ ഇത്തവണ സോളാർ തന്നെയാണ് ഇതിന്റെ ഒരു അർത്ഥം. ഇതിനകത്ത് നിങ്ങൾ മുമ്പ് പറഞ്ഞു പോണക്ക് തന്നെ $265 മില്യൺ ബ്രൈബറി കേസ് ആണ് അദാനി ഗ്രൂപ്പിനെതിരെ വന്നിരിക്കുന്നത്. അതിനകത്ത് ഗൗതം അദാനിയും അദ്ദേഹത്തിന്റെ സണ്ണിലോ അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത നെഫ്യൂവും സാഗർ അദാനി, അതോടൊപ്പം തന്നെ രജത് ഗുപ്ത, രൂപേഷ് അഗ്രവാൾ, സിറിൽ കാബനീസ് തുടങ്ങിയ 7 പേരാണ് ഇതിനകത്ത് പ്രതികളായിട്ട് വന്നിരിക്കുന്നത്. ഇന്നലെയാണ് ന്യൂയോർക്ക് കോർട്ടിൽ ഇത് പ്രോസിക്യൂട്ടർ കേസ് സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ഇൻഡക്ഷന്റെ റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് ഈ ഒരു ഏതാനും മിനിറ്റുകളായിട്ടുള്ള ഈ റിപ്പോർട്ട്സ് വെളിയിൽ വന്നിട്ട് ഏകദേശം $265 മില്യൺ ബ്രൈബറി 2 സൈഡിലും ചെയ്ത് അടുത്ത 20 വർഷം കൊണ്ട് $2 ബില്യൺ പ്രോഫിറ്റ് അനധികൃതമായി അദാനി ഗ്രൂപ്പിന് ഉണ്ടാക്കുക അല്ലെങ്കിൽ മേക്കപ്പ് ചെയ്യാനുള്ള ആ ഒരു സ്കീമായിരുന്നു. ഇതിനകത്ത് അദാനി ഗ്രൂപ്പിനകത്തു നിന്നുള്ള മെയിൻ ആളായിട്ട് പറയുന്നത് ഈ നെഫ്യൂ സാഗർ അദാനിയുമായിട്ട് ഡയറക്റ്റ് ലിങ്ക് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഗൗതം അദാനി ഉൾപ്പെടെയുള്ള 7 പേർക്കാണ് ഇത് വന്നിരിക്കുന്നത്. ഈ കേസ് ഇവിടെ US ഇതിന്റെ തരത്തിൽ പറയുകയാണെങ്കിൽ ഫോറിൻ കറപ്റ്റ് പ്രാക്ടീസസ് ആക്ട് ആൻഡ് US ആന്റി ബ്രൈബറി ലോയുടെ അണ്ടറിൽ വരുന്നതാണ്. അപ്പം ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതിന്റെ തുടർക്കഥകൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. വരും നിമിഷങ്ങളിൽ നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ പറ്റുമെന്ന് നമുക്കറിയാം. നിങ്ങൾക്ക് ഏവർക്കും അറിയാം, അദാനി ഗ്രൂപ്പ് ഏകദേശം വേൾഡിലെ 22ാമത്തെ റാങ്കിൽ നിൽക്കുന്ന, ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന ഏറ്റവും വലുത് അല്ലെ ഒന്നാമത്തെ 2ാമത്തെ ബിസിനസ് ഗ്രൂപ്പിൽ പെട്ട ഒരിതാണ്. അപ്പോൾ 2 സൈഡിലും, അതായത് US സൈഡിലും ഇന്ത്യൻ ഗവൺമെന്റ് സൈഡിലും ഈ ബ്രൈബറി സ്കീം പ്ലാൻ ചെയ്ത് $265 മില്യൺ ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്തിട്ട് അടുത്ത 20 വർഷം കൊണ്ടിട്ട് $2 ബില്യൺ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളൊരു സ്കീമായിരുന്നു ഈ ഒരു പദ്ധതിയിൽ അറിയപ്പെടുന്നത് സോഫാറുള്ളത്. ശരി, എന്തായാലും വരും മണിക്കൂറുകളിൽ നമുക്ക് ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. ഡോക്ടർ സജിമോൻ ആന്റണി